പെനാൽറ്റി കിക്ക് എടുക്കാൻ വന്ന നെയ്മറെ നോക്കി നൈലാൻഡ് വെല്ലുവിളിച്ചു. നിന്റെ കിക്ക് ഞാൻ തടുത്തിരിക്കും. വിൻറേജ് വികൃതിക്ക് ഒട്ടും കുറവില്ലാതെ നെയ്മർ തിരിച്ചടിച്ചു. നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ? പന്ത് എവിടെ വേണം? നെയ്മർ ചോദിച്ചു. പെനാൽറ്റി വലയിൽ എത്തിച്ച ശേഷം നെയ്ലാൻഡിനെ കണ്ണുകളിൽ നോക്കി അയാൾ ആക്രോശിച്ചു. എന്നെ തടുക്കാൻ നിനക്കാവില്ല മോനെ. പക്ഷേ മത്സരത്തിൽ അതിനകം ബ്രസീലിന്റെ വിധി എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു. ആദ്യ പെനാൽറ്റി എടുക്കുമ്പോൾ നെയ്മർ കളത്തിലുണ്ടായിരുന്നെങ്കിലെന്ന് ബ്രസീലുകാർ വെറുതെ ആശിച്ചു പോയിട്ടുണ്ടാവും. ഇല്ലാതിരുന്നതോർത്ത് നോർവേക്കാർ ആശ്വസിച്ചിട്ടുമുണ്ടാവും. മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലായിരുന്നു നെയ്മറുടെ തുടക്കം. ദൈവനിശ്ചയമാകാം അവിടെ തന്നെ അവസാന കളിയും. ഇതാ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. നോർവേയോട് തോറ്റ ശേഷം നെയ്മർ കണ്ണീരണിഞ്ഞു. പിന്നെ പൊട്ടിക്കരഞ്ഞു. ഒടുവിൽ താനിതാ അന്താരാഷ്ട്ര ഫുട്ബോളിനോട് വിട പറയുകയാണെന്ന് പ്രഖ്യാപിച്ചു. വയസ്സ് 34. ഒരു കാലത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ലയണൽ മെസ്സിക്കുമൊപ്പം ഫുട്ബോൾ ലോകം എഴുതപ്പെട്ട പേര്. ആ കണക്കിൽ ഇനിയുമൊരു ലോകകപ്പിനുള്ള ബാല്യം ബാക്കിയുണ്ട്. പക്ഷേ പ്രതിഭയുടെ പരകോടിയിലേക്കടുക്കാൻ പരുക്കുകളെന്നും അയാൾക്ക് വിഘാതമായി നിന്നു. കരിയർ അർഹിച്ചതിലും നേരത്തെ അവസാനിപ്പിക്കാനാണ് നിയോഗം. 2010 ഓഗസ്റ്റ് 9 ബ്രസീലിന്റെ കുപ്പായത്തിൽ നെയ്മറുടെ ആദ്യ അന്താരാഷ്ട്ര മത്സരം യുഎസിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ. യുഎസിനെതിരായ സൗഹൃദ മത്സരത്തിന്റെ 28-ാം മിനിറ്റിൽ ആ 18-കാരൻ ഗോളടിച്ചു. 16 വർഷത്തിനിപ്പുറം 129-ാം അന്താരാഷ്ട്ര മത്സരത്തിൽ അതേ സ്റ്റേഡിയത്തിൽ നോർവേക്കെതിരെ ഇഞ്ചുറി ടൈമിൽ പെനൽറ്റിയായെങ്കിലും ഒരു ഗോൾ കൂടി അടിച്ച് വിട പറയുമ്പോൾ അയാൾക്കത് 80-ാം ഗോളായി എണ്ണാൻ കഴിഞ്ഞെന്നു വരില്ല. ഈ ലോകകപ്പിൽ ബ്രസീൽ കളിച്ച 5 മത്സരങ്ങളിൽ 2 എണ്ണത്തിൽ മാത്രമാണ് നെയ്മർ സബ്ബായെങ്കിലും കളിക്കാനിറങ്ങിയത്. പക്ഷേ ബ്രസീൽ ആരാധകരുടെ ഹൃദയഭിത്തികളിലെ ഫ്ലക്സ് ബോർഡുകളിൽ വിനീഷ്യസും കാസമീറോയുമൊന്നുമായിരുന്നില്ല. നെയ്മറായിരുന്നു. ഒരേയൊരു നെയ്മർ. നെയ്മറുടെ കാറിലേക്ക് ആ ഒടുക്കത്തെ പെനൽറ്റി കിക്ക് എത്തുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിപ്പോയിരുന്നു. പിന്നാലെ അയാൾ തന്റെ വിധിയും പ്രഖ്യാപിച്ചു. എതിരാളികളോടും പരുക്കുകളോടും ഒരേപോലെ പോരാടി ഇനി തുടരാനില്ല. ആരാധകർക്ക് പുതിയൊരു മുഖം തേടാം. ബ്രസീലിയൻ ഫുട്ബോളിൽ ഇനി തലമുറ മാറ്റത്തിന്റെ കാലമാണ്. വിട നെയ്മർ. ഫുട്ബോളിൽ നല്ലൊരു വസന്തം ഞങ്ങൾക്കായി കാഴ്ചവെച്ചതിന് ഹൃദയത്തിൽ ചാലിച്ച നന്ദി.